വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തകളും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ എത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പോലീസും മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സഭയിൽ UDF ബ്ലോക്കിന് പിൻനിരയിലാകും രാഹുലിന് പ്രത്യേക ഇരിപ്പിടം അനുവദിക്കുക. അതേസമയം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും വാഴൂർ സോമനും PP തങ്കച്ചനും അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരിയും. TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സഭാ സമ്മേളനം മറ്റു നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിൽ പോലും ഏറെ ആകാംക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇപ്പോഴും UDFിലും കോൺഗ്രസിലും ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ്. നേതാക്കന്മാർ രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. രാഹുൽ എത്തണമോ എത്തണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. രാഹുൽ എത്തുമോ ഇല്ലയോ, നമുക്കൊരു പ്രാഥമികമായി ഏത് തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ആര്യ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വലിയ ആകാംക്ഷ ഉയർത്തുന്ന നിയമസഭാ സമ്മേളനത്തിന് തന്നെയാണ് ഇന്ന് തുടക്കമാവുന്നത്. 12 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ അജണ്ടയിലുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആര്യ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം തന്നെയാണ്. എന്തായാലും രാഹുൽ പങ്കെടുക്കുമോ ഇല്ലയോ, ഇതിലെടുക്കേണ്ട നിലപാട് ഇക്കാര്യത്തിൽ രണ്ടിലും കോൺഗ്രസിൽ ഇപ്പോഴും ഒരു അഭിപ്രായ ഐക്യമില്ല എന്നതാണ് ഇപ്പോഴും ഇന്ന് രാവിലെ വരെയുള്ള നിലപാട് എന്നതാണ് സാഹചര്യം. പല നേതാക്കളും വ്യത്യസ്ത നിലപാടുകൾ പറയുന്നു. പക്ഷേ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന സൂചനകൾ. കാരണം രാഹുൽ മാങ്കൂട്ടം ഈ പ്രതിഷേധത്തിനിടയിലേക്ക് അവിടേക്ക് വരേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസിൽ പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് മുന്നണിക്ക് പൊതുവിൽ പ്രശ്നമായി മാറും. രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ ഭാഗമായ വ്യക്തിയാണ്, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കണമെന്നത് അവരെ കുഴയ്ക്കുന്ന വിഷയമാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്, രാവിലെ തന്നെ ചേരും. നിയമസഭാ കക്ഷി യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ നിയമസഭയിൽ ഇനി അങ്ങോട്ട് സ്വീകരിക്കുന്ന തുടർ നിലപാട് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവുക. ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ രാവിലെ മറ്റ് അജണ്ടകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സങ്കീർണ സാഹചര്യങ്ങളിലേക്കൊന്നും സഭ ഇന്ന് കടക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ന് ചരമോപചാരമാണ്. 3 പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇന്ന് സഭ വേഗത്തിൽ പിരിയും. അതിനപ്പുറം മറ്റ് അജണ്ടകളിലേക്കൊന്നും പോവില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് ചില നീക്കങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗമാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങൾ അവർ വിലയിരുത്തും. എങ്ങനെ നിലപാടെടുക്കണമെന്ന ചോദ്യമുണ്ട്. കോൺഗ്രസിലെ 2 നിലപാടുകൾ നമുക്ക് പരാമർശിക്കാം. അതിലൊന്ന് VD സതീശൻ്റെ നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഭാഗവുമല്ല, പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗവുമല്ല എന്ന പരസ്യ നിലപാട് VD സതീശൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാഹുലിന് തന്നെ തീരുമാനമെടുക്കാം എന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. അതായത് അവിടെയുമില്ല ഇവിടെയില്ല എന്നൊരു സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വ്യത്യസ്ത നിലപാടുണ്ട്. നിയമസഭാ കക്ഷിയിൽ ഒരുപക്ഷെ അത് പ്രകടമായേക്കും. അങ്ങനെയെങ്കിൽ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കണം എന്നതിൽ തീരുമാനമുണ്ടാകും. ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അത് രാഹുലിൻ്റെ ഇന്നത്തെ നീക്കവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടം അടൂരിൽ നിന്നും ഇന്ന് യാത്ര തിരിക്കും. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമോ എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇന്ന് ചില സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾ കൂടി പങ്കുവച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ സസ്പെൻസ് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി മാറും. കാരണം കോൺഗ്രസിൽ ആ ചർച്ചകളുടെ പ്രസക്തി ഉണ്ടാകുന്നതിൻ്റെ കാരണം എങ്ങനെയാണ്? സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ പേരിൽ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിരോധത്തിലായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അത് ഒഴിവാക്കണമെന്നതാണ് അവർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കരുതലിലാണ്. ഒരുപക്ഷെ ചില കടുത്ത നീക്കങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന സൂചന കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യമാണ്. ചിലരെങ്കിലും ചില അഭ്യൂഹങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പിക്കാനാവില്ല. പക്ഷേ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. കോൺഗ്രസ് ചില കടുത്ത തീരുമാനങ്ങൾക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറുകയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്നത്തെ ഒരു പകൽ ദിനത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് രാഷ്ട്രീയ കേരളത്തിൽ പ്രതീക്ഷിക്കാം. സജിത്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സസ്പെൻസ് ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന്, രാഹുൽ ഇപ്പോഴും അവധി അപേക്ഷ നൽകിയിട്ടില്ല, സഭയിൽ സ്പീക്കർക്ക് നൽകിയിട്ടില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്
എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറപ്പെടും എന്നുള്ളൊരു സൂചന നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലേ, സഭയിലെത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി സഭയിലെത്തിയാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് താനും. അതാണ് ആര്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ അതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഇന്നലെ സ്പീക്കർ അതിൻ്റെ സാങ്കേതികത മാത്രമാണ് പറയുന്നത്. അതായത് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ UDF കക്ഷിയുടെ ഭാഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ഇരിപ്പിടം, പ്രത്യേക ബ്ലോക്ക് എന്നാണ് വിളിക്കപ്പെടുക, അത് അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗം എന്ന പരിഗണനയിൽ തന്നെ മാറിയിരിക്കുന്ന ഒരു പരിവേഷമായിരിക്കും ഉണ്ടാവുക, പങ്കെടുത്താൽ ഉണ്ടാവുക. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് സ്പീക്കറിന് കിട്ടിക്കഴിഞ്ഞു. ആ കത്തിൽ രാഹുൽ മാങ്കൂട്ടം പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്ന അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രത്യേക ബ്ലോക്കായി മാറി അദ്ദേഹത്തിന് പുതിയ ഇരിപ്പിടം അനുവദിക്കും. അതാണ് സാഹചര്യം അദ്ദേഹം പങ്കെടുത്താൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം സഭയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക, സ്വാഭാവികമായും ഭരണപക്ഷം വലിയ പ്രതിഷേധവും പ്ലക്കാർഡുകളും അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന കാഴ്ചകൾ നടത്താൻ പോകുന്ന അങ്ങനെയെങ്കിൽ ഭരണപക്ഷ അംഗങ്ങളാവാം. അപ്പോൾ കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കേണ്ടി വരും എന്ന ചോദ്യമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാക്കളുണ്ട്, എന്നാൽ അല്പം നിലപാട് മയപ്പെടുത്തിയ നേതാക്കളുണ്ട്. ഇവരൊക്കെ നിയമസഭയിൽ എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് പോലെയോ നിലപാടെടുക്കുന്നതോ പോലെ ആയിരിക്കില്ല നിയമസഭയിലേക്ക് വരുമ്പോൾ. അവിടെ ആ നിലപാടിനൊക്കെ നിയമപരമായ പ്രാധാന്യം കൂടിയുണ്ട്, ജനങ്ങൾ നേരിട്ട് കാണുന്ന വിഷയങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് സഭാരേഖകളിൽ ഉൾപ്പെടാത്ത തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നത് അവരെ സംബന്ധിച്ചും ആശയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കൂടിയാലോചനകൾക്ക് പ്രസക്തമാവുന്നത്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളോടും പ്രതികരിക്കുമ്പോഴും ആരും പറയാൻ തയ്യാറല്ല. നേതാക്കൾ പറയും ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്ത് പ്രതികരണം ഉണ്ടാവുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ നിയമസഭാ കക്ഷിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഐക്യം ഇന്ന് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകും എന്ന് കരുതാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്ന സൂചന കടുത്ത നിലപാട് തന്നെയാണ്. അവിടെ രാഹുലിനെ ഒരു തരത്തിലും സംരക്ഷിക്കേണ്ടതില്ല എന്നതാണ്. ഒരുപക്ഷെ നിയമസഭാ കക്ഷിയിൽ VD സതീശൻ്റെ നിലപാടുകൾക്കാണ് പ്രാമുഖ്യം കിട്ടുക എന്നതുകൊണ്ട് തന്നെ ആ നിലപാട് അംഗീകരിക്കപ്പെട്ടു വരാനും സാധ്യതയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ന്യായീകരിച്ച് നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ മുന്നണി ഒന്നടങ്കം വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ആ നിലപാട് തന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം. ഒരുപക്ഷെ ആ നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെ നിയമസഭയിൽ നിലപാടെടുത്തേക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഭരണപക്ഷം കോൺഗ്രസിന് UDFനെതിരെ ഉയർത്തുമ്പോൾ മറുപടിയായി ഭരണപക്ഷത്തുള്ള ഒരു പിടി MLA-മാർ ആരോപണ വിധേയരായിട്ടുണ്ട്. അവർക്ക് എന്ത് നടപടിയെന്ന് മാറുവ ചോദ്യം ഉന്നയിക്കും. അങ്ങനെ സംഘർഷ രംഗങ്ങൾക്ക് തന്നെ നിയമസഭയുടെ ഈ 12 ദിവസത്തെ സമ്മേളനം കടന്നു പോകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. സുപ്രധാനമായ ചില നിയമനിർമ്മാണ അജണ്ടകളുണ്ട്. അതിനുമപ്പുറം രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാവും ഈ 12 ദിവസവും സഭയെ നിർണായകമാക്കുക. സജിത്ത്, അത് തന്നെ സജിത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു പോയ ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസിന് ഇത്തവണ സഭയിലേക്ക് എത്തുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉയർത്താൻ ഒരുപിടി വിഷയങ്ങളുമായിട്ടാണ് അവർ എത്തുന്നത്. ഈ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിനെതിരെ ഉയർന്നു വന്ന നിരവധിയായ ആരോപണങ്ങളടക്കം ഒരുപാട് വിഷയങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുവാൻ വേണ്ടി അവരുടെ പക്കലുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയാൽ മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച പോകാതെ ഭരണപക്ഷത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണത്തിലും പിന്നീട് ആ വിഷയത്തിന്മേലുള്ള പ്രതികരണങ്ങളിലും മാത്രം ആ ചർച്ചകളെല്ലാം ഒതുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ സഭാ കാലയളവിൽ അലട്ടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയല്ലേ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്ന് ഒരു പക്ഷം നേതാക്കന്മാരെങ്കിലും തീരുമാനമെടുക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളായിരിക്കും സഭയിൽ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുള്ളത്? ആര്യ, വളരെ പ്രസക്തമാണ് ആ കാര്യം. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു പിടി ചോദ്യങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന നിയമസഭാ സമ്മേളനമാണ്. അതിലേറ്റവും പ്രധാനം ഈ അടുത്തിടെ നടന്ന പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ലോക്കപ്പ് മർദ്ദന കാഴ്ചകൾ, CCTV ദൃശ്യങ്ങൾ, കോൺഗ്രസ് നേതാക്കളെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ കറുത്ത ഗൗണ് ഇട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു പിടി പോലീസ് വിവാദങ്ങൾ, മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കാൻ കഴിയുന്ന പോലീസ് വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാനുണ്ട്. ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തടസ്സമാവരുത്. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് അദ്ദേഹം യോഗത്തിലും എടുക്കുക. അതുകൊണ്ട് പോലീസ് മർദ്ദന വിവാദങ്ങൾ, പുറത്തു വന്ന ലോക്കപ്പുകൾ, മൂന്നാം മുറ, ഒരു കാലത്ത് കേരളത്തിലെ പോലീസിന് വിവാദമായിരുന്ന വിഷയങ്ങൾ പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടിരുന്ന വിഷയത്തിലേക്ക് വീണ്ടും കേരള പോലീസ് തിരിച്ചെത്തി എന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കഴിയുന്ന, ആഭ്യന്തരമന്ത്രിയെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധമുണ്ട്. അത് പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. അത് ഈ സഭാ സമ്മേളന കാലയളവിൽ പ്രധാനമായും
ചർച്ചയ്ക്ക് വരുന്നതാണ്. മറ്റൊന്നാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഒരുപിടി വിവാദങ്ങൾ ആരോഗ്യ മേഖലയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമീപകാലത്തെ അമീബിക് മെനഞ്ചൈറ്റിസ് പ്രശ്നങ്ങൾ, അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന ആശങ്കകളും ചെറുതല്ല. നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലും നീന്തൽക്കുളത്തിൽ നിന്ന് രോഗബാധയുണ്ടായ സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രധാന പ്രശ്നമായി നിൽക്കുകയാണ്. അത് ആരോഗ്യവകുപ്പിനെയും വീണ ജോർജിനെയും ഒക്കെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഈ വിഷയത്തിലൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നതും ചോദ്യമാണ്. ഒരു കാര്യം കൂടിയുള്ളത് ആര്യ, ഈ സഭാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആയി ചേരുന്ന ഒരു സഭാ സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായ അജണ്ടകൾ നിശ്ചയിച്ച് ചർച്ച ചെയ്ത് പോവേണ്ട ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതും അതാണ്. അപ്പോൾ ഈ വിവാദങ്ങൾക്കൊന്നും ചർച്ചയ്ക്ക് ഇട കിട്ടാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടം വിവാദം കടന്നു വരുന്നത് പ്രതിപക്ഷത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ആ ജാഗ്രതയിലാണ് അവർ പോകുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ പ്രതിപക്ഷ നിരയിലെ മുസ്ലിം ലീഗ് ആവട്ടെ മറ്റ് കേരള കോൺഗ്രസ് പോലെയുള്ള കക്ഷികളിലൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിട്ടില്ല. കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതാണ് അവർ പൊതുവിൽ എടുത്തു വന്ന നിലപാട്. പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ കടുത്ത നിലപാട് അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ആ നീക്കത്തിന്റെ കാരണമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. തീർച്ചയായും ടി ജി സജിത്താണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ആകാംക്ഷ. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പാർട്ടിക്ക്, കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ആ സസ്പെൻസ് നിലനിൽക്കാനുള്ള സാഹചര്യം. എന്തായാലും രാഹുൽ ഇന്ന് അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും എന്ന ഒരു വാർത്ത നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആ സസ്പെൻസ് നിലനിൽക്കുന്നത്. കൂടുതൽ വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി കടന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ KPCC ഭാരവാഹി യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് ഇന്ദിരാഭവനിലാണ് യോഗം ചേരുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം യോഗത്തിൽ ചർച്ചയായേക്കും. ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. വയനാട് DCCയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ വിവാദവും ചർച്ചയിൽ ഇടം പിടിക്കും. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പത്തനംതിട്ട കോയിപ്പുറത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന കേസിൽ ഹണി ട്രാപ്പിന് പുറമെ ആഭിചാരക്രിയയും നടന്നിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ സമാന കേസും കോയിപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. അടിമുടി ദുരൂഹതയാണ് ഈ കോയിപ്പുറത്തെ കേസിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഈ ജയേഷും രശ്മിയും ഇവർ എന്തിന് ഇത്രത്തോളം പൈശാചികമായി ആ 2 യുവാക്കളോട് പെരുമാറി? അതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഇപ്പോഴും പോലീസിന് എത്താനായിട്ടില്ല എന്നതാണോ സാഹചര്യം? അത് തന്നെയാണ് പ്രധാനമായ കാരണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി പോലീസ് നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലും തുടരും. ഇവരെ കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ പോലീസ് ആ കാര്യം പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെ കസ്റ്റഡിയിൽ ഇവരെ വീടുകളിൽ തെളിവെടുത്തതിന് ശേഷമാണ് റിമാൻഡ് വീണ്ടും വീണ്ടും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. ഇവരെ കസ്റ്റഡി വാങ്ങിയതിനു ശേഷം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതി രശ്മിയുടെ ഫോണിൽ 5 വീഡിയോ ക്ലിപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചില നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ ക്രൂരമായി മർദ്ദിച്ച രശ്മിയും ഈ ജയേഷിന്റെയും ഫോണുകൾ, അതായത് രശ്മിയുടെ ഫോണിൽ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞത്. അതേസമയം ജയേഷിന്റെ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും ഈ ജയേഷ് പോലീസിനോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ തെറ്റിച്ച് പറയുകയും പല പ്രാവശ്യം പല തെറ്റായ പാസ്വേഡുകൾ പറയുകയൊക്കെ ചെയ്ത് പോലീസിനെ ആകെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാണ് ജയേഷ് ചോദ്യം ചെയ്യലിലും ഒക്കെ സഹകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹകരിക്കാത്ത അത്തരം കാര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. അത്തരം ദൃശ്യങ്ങൾ കൂടി പോലീസ് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കിട്ടിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവ് എങ്ങനെയാണ് യുവാക്കളെ മർദ്ദിച്ചത്, അതുപോലെ ഏത് വിഷയങ്ങളാണ് ഇതുമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. അതിലുപരി ഈ ആലപ്പുഴ സ്വദേശിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ ആലപ്പുഴ സ്വദേശിയും രശ്മിയുമായി ചില ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് ആലപ്പുഴ സ്വദേശിയുടെ വീണ്ടും വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ള റാന്നി സ്വദേശിയും
ആലപ്പുഴ സ്വദേശി രണ്ടുപേരെയും മർദ്ദിക്കാനുള്ള കാര്യം രശ്മിയുമായി ചില ബന്ധങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അത് സൗഹൃദത്തിനപ്പുറത്തേക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ തന്ത്രപൂർവ്വം ജയേഷ് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ച സാഹചര്യമുണ്ട്. അത് ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടുള്ളവര് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ കാര്യം ഈ ഭാര്യയുമായി ചില ബന്ധങ്ങൾ ഈ രണ്ട് പ്രതികൾക്കും ഉണ്ടായിരുന്നു. അത് ഫോട്ടോയും തെളിവുകളും ഒക്കെ ഏകദേശം പോലീസിന്റെ കൈവശമുണ്ട്. അത്തരം സാഹചര്യത്തിലേക്കാണ് ആ തെളിവുകൾ വഴിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ രശ്മി ഈ കാര്യം ഏറ്റു പറയുകയും ചെയ്തു ജയേഷിനോട്. അതുകൊണ്ട് അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് അവരെ മർദ്ദിക്കും തന്നെയാണ് ജയേഷ് തീരുമാനിച്ചത്. അത് രണ്ടുപേരുടെ കൂടി തീരുമാനിച്ചാണ്. അതിന് രശ്മി അനുസരിച്ചാണ് ഇവരെ വീട്ടിൽ വിളിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ വിഷയം പുറത്തു പറയാതെ ഇത്ര ക്രൂരമായ മർദ്ദനം അവർ കേട്ടിട്ടും ഈ കാര്യം വെളിയിൽ പറയരുത് ഈ ഒരു കേസ് കൊണ്ടാണ് എന്നുള്ള കാര്യമായിട്ടുള്ള സൂചന പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെളിവുകൾ കൂടി ഇതിനുണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ തെളിവുകൾ പോലീസ് ശേഖരിക്കേണ്ടതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ. നിലവിലുള്ള കാര്യത്തിൽ ഈ രണ്ട് പ്രതികളും, അതായത് ഈ പരാതിക്കാരായ രണ്ടുപേരും, ഒന്ന് ആലപ്പുഴ സ്വദേശിയും രണ്ട് പത്തനംതിട്ട റാന്നി സ്വദേശിയും, ഈ രണ്ടുപേരും ഈ ജയേഷുമായി അടുത്ത ബന്ധമുള്ളവരാണ്. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ, മുൻ പരിചയക്കാരുമാണ്. രശ്മിക്കും ഇവരെ അറിയാം. ആ ഒരു സാഹചര്യം, ആ ഫോണിൽ നിന്നും ചില ദൃശ്യങ്ങൾ പോലീസ് ജയേഷ് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയതിന്റെ പേരിലാണ് ഈ കഴിഞ്ഞ 1-ാം തീയതി 5-ാം തീയതി ഈ രണ്ടുപേരും 2 ദിവസങ്ങളാണ് സെപ്റ്റംബർ 1-നും സെപ്റ്റംബർ 5-നും വീട്ടിൽ വിളിച്ച് വരുത്തിയതിനു ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടത്തുകയും ഈ ദൃശ്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഇവരെ പറഞ്ഞ് ഇവരെ ഉപേക്ഷിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇവർ ഈ പരാതി പോലീസിനോട് പറയാൻ ഇവർ പ്രധാനമായും മടിച്ചിരുന്നത്. കാരണം മാനക്കേട് ഓർത്ത് പറയാതിരുന്നതാണ്. നേരെ മറിച്ച് ഹണി ട്രാപ്പിൽ പിടിച്ച് മർദ്ദിച്ചിട്ട് കേസ് പോലീസിന്റെ മുന്നിൽ വന്നേനെ. പക്ഷേ നിലവിലത്തെ സാഹചര്യം ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ ഈ പരാതി പറയുന്നത്. പക്ഷെ വിശദമായ ചോദ്യം ചെയ്ത് മാത്രമേ ഇത് ഹണി ട്രാപ്പാണോ അതോ മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ഈ മൊബൈൽ ഫോണിൽ ഈ വ്യക്തിയുമായി ചില ബന്ധങ്ങളാണ് ഇതിന് കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഈ ആഭിചാരമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മൊബൈൽ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതായത് ദേശത്തിന്റെ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്തായാലും പോലീസിന് ഒരു കൃത്യമായ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുക. എന്തായാലും നേരത്തെ സമാനമായ രീതിയിൽ ഇവർ ആരെങ്കിലും തരത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. എന്തായാലും ജയേഷ് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ആളാണ് എന്നുള്ള കാര്യമാണ്. വളരെ സാഡിസ്റ്റായ സൈക്കോ മൈൻഡുള്ള ആളാണെന്ന് കൂടി അയൽവാസികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇവരുടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും അത് പ്രകടമാണെന്നും പോലീസ് പറയുന്നുണ്ട്. അതായത് ക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് ഏറ്റിട്ടുള്ളത്. അതിന് കാരണം, ഈ മർദ്ദിക്കാനുള്ള കാരണം ഈ രശ്മിയുമായി ഇവർക്ക് ഉള്ള ചില കാറ്റുകളും ചില ബന്ധങ്ങളുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനേക്ക് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചാൽ കൃത്യമായ ആ കാര്യങ്ങളായിരിക്കും പോലീസ് പക്ഷേ ആ നിഗമനത്തിൽ. അതുകൊണ്ട് തന്നെ അത് സംശയിക്കാനുള്ള കാരണം ഈ രണ്ടുപേരും പരാതി പറയാനിരുന്ന ഇതിനാണ് ഇത് പ്രധാനമായും പോലീസിനെ സംശയിക്കാനുള്ള കാരണം. അരിയാണ്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പത്തനംതിട്ടയിൽ യുവാക്കളെ ദമ്പതിമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം സമാനതകളില്ലാത്തതാണ്. ഓണം ആഘോഷിക്കാനെന്ന് പറഞ്ഞാണ് റാന്നി സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത്. 26 സ്റ്റേപ്ലർ പിന്നുകളാണ് യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചത്. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജയേഷ് മർദ്ദിക്കുന്നത് രശ്മിയാണ് ഫോണിൽ പകർത്തിയിരുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനും മർദ്ദനമേറ്റ വിവരം പുറത്തുവന്നത്. തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയായ യുവാവിനെ മുൻ സഹപ്രവർത്തകനായ ജയേഷ് ഫോണിൽ വിളിക്കുന്നത്. വൈകുന്നേരം ഒന്നിച്ചിരിക്കാമെന്നാണ് ജയേഷ് ഫോണിൽ പറഞ്ഞത്. വൈകിട്ട് 4 മണിയായപ്പോൾ ജയേഷിൻ്റെ വീട്ടിലെത്തിയെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. അവിടെ ജയേഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പെപ്പർ സ്പ്രേയും മറ്റെന്തോ സ്പ്രേയും മുഖത്തടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ ബോധം പോകുന്നത് പോലെയായി. അത് കഴിഞ്ഞ് കൈകൾ കൂട്ടിക്കെട്ടി. പിന്നെ തൂക്കി നിർത്തിയിട്ട് കാലുകളും കയറുപയോഗിച്ച് കൂട്ടിക്കെട്ടി. വീട്ടിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആക്രമിച്ചു. രശ്മി ആയുധങ്ങൾ കൊണ്ടുവരും, ജയേഷ് അത് വെച്ച് ഇടിക്കും. ഇതെല്ലാം രശ്മി ഫോണിൽ റെക്കോർഡ് ചെയ്യും. മർദ്ദനം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഖം പിഴുതെടുക്കാൻ നോക്കി. 5 വിരലിലും നഖത്തിനിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം വലിച്ചുപിടിച്ച് മൊത്തം സ്റ്റാപ്ലർ പിന്നടിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതെല്ലാം നീക്കം ചെയ്തത്. 26 പിന്നുകളാണ് അടിച്ചത്.
മർദ്ദനത്തിൽ നട്ടെല്ലിനും വാരിയലിനും പൊട്ടലുണ്ടായി. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് പ്രതികൾ നടത്തിയതെന്നും സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാനാവാത്ത അത്ര ക്രൂരമായ പീഡനമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനായ റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിതമുണ്ടായിരുന്നതായി ഭർത്താവ് ജയേഷ് സംശയിച്ചിരുന്നതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രശ്മിയുടെ ദൃശ്യങ്ങൾ യുവാവിന്റെ ഫോണിലുണ്ടെന്നും ജയേഷ് സംശയിച്ചു. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിക്രൂര പീഡനം നടത്തിയത്. ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. യുവാവ് അവശനായതിന് പിന്നാലെ സ്കൂട്ടറിന്റെ നടുവിലിരുത്തി കൊണ്ടുപോവുകയും ഇയാളെ റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. മർദ്ദിച്ചതായി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം പോലീസിനോട് പറയേണ്ട കാര്യങ്ങളും ജയേഷ് യുവാവിനോട് വിശദീകരിച്ചു. യുവാവിന്റെ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പുറത്തു പറയണമെന്നാണ് ജയേഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് യുവാവ് ആദ്യം പോലീസിന് നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് ഈ കള്ളക്കഥ പൊളിക്കുകയായിരുന്നു. യുവാവിന്റെ കാമുകിയെ ജയേഷും രശ്മിയും നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ദമ്പതിമാരെ കുരുക്കാൻ വഴിയൊരുക്കിയതെന്നാണ് വിവരം. മരിച്ചുപോയ ആരോ ദേഹത്ത് കയറിയതുപോലെയും മറ്റും മർദ്ദനത്തിനിടെ ഇവർ കാട്ടിയിരുന്നതായാണ് യുവാവിന്റെ മൊഴി. ആഭിചാരക്രിയകൾ പോലെ എന്തൊക്കെയോ ചെയ്തു. ദമ്പതിമാരുടെ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും സമാന രീതിയിലാണ് ദമ്പതിമാർ പീഡിപ്പിച്ചത്. രശ്മിയെ കാണാനായി തിരുവല്ലയിലെത്തിയ യുവാവിനെ ജയേഷാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മർദ്ദനത്തിൽ യുവാവിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായും പറയുന്നു. യുവാക്കൾ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതായി അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. യുവാക്കളെ ദമ്പതിമാർ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട കോയിപ്രം ആന്തലാമൺ നിവാസികൾ. സംഭവങ്ങളൊന്നും സമീപവാസികൾ പോലും അറിഞ്ഞിരുന്നില്ല. ജയേഷിന്റെയും രശ്മിയുടെയും ജീവിതം അടിമുടി ദുരൂഹമാണെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴും ജയേഷിന് യാതൊരു കൂസലുമില്ലായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ, ഈ ഒരു ഹണി ട്രാപ്പ് സംഭവത്തിന്റെ വലിയ ഞെട്ടൽ തന്നെയാണ് നാട്ടുകാരുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ചേച്ചി, എന്തായിരുന്നു സംഭവം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് അവനൊരു പണിക്കും പോകാതെ വീട്ടിൽ ഇരിക്കുക. അവനെ ഒരു പണിക്ക് തന്നെ പോകാറില്ല. ഈ പെണ്ണും ഒരിടത്ത് കേറ്ററിംഗിന്റെ പണിക്കൊക്കെ പോയായിരുന്നു ആ വീട് വന്നുകൊണ്ടില്ല. ഇവര് കുറച്ച് നാളുകളായിട്ട് ഇവനെ ഒരു മൊബൈൽ പിടിച്ച് നടക്കാൻ അവന്റെ സ്ഥിരം പരിപാടി. അല്ല ഒരു ജോലിക്കും പോകത്തില്ല. പട്ടിണിയോട് പട്ടിണിയെ പെണ്ണ് കിടക്കുന്നത്. രണ്ട് കൊച്ചു പിള്ളേരാണ് ഉള്ളത്. ഇവനെ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ വീട്ടിൽ കട വന്നപ്പോൾ ചോദിച്ചു എന്തിനാ ഉപദ്രവിച്ചിട്ടുണ്ട്, അവളെ എന്ത് ചെയ്താൽ പറയുന്നത്. അവനെ പേടിച്ചാ എന്ത് ചെയ്താൽ അവള് പറയത്തില്ല. അതുകൊണ്ട് ചേച്ചി ഉപദ്രവിച്ചില്ല, ഞാൻ വീണാന്ന് അവള് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവൻ അടിച്ചതാണ്. ചേച്ചി, നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ ഒരു സംഭവം ഇത് കണ്ടിട്ട് എന്തോ തോന്നാൻ, എന്റെ പൊന്നു സാറേ, കല്യാണം കഴിച്ച് വരണം അതും പോകുന്ന പോലെയല്ലേ അവൻ വന്ന് വണ്ടിയെ ചിരിച്ചോണ്ടാ കയറി പോന്നെ. ആ പുള്ളിക്കാരിയെ കൂടെ കൊണ്ടുവന്നതായിരുന്നെങ്കിൽ വേണ്ടുവരും. എന്താ കൊണ്ടുവരാന്ന് സാറേ? പോലീസ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാൾ എങ്ങനെയായിരുന്നു? ഇയാളെയൊക്കെ നിങ്ങൾ നേരത്തെ അറിയാമെന്നാൽ? സാറേ, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാ. ഞങ്ങൾ വന്നിട്ട് അധികം നാളായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അവനെ കുറിച്ചുള്ള ഒന്നും അറിയാം. പിന്നെ അവള് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് കാണാം, സ്കൂളിൽ പോയിട്ട് ഇതുവഴി ഇങ്ങനെ പോകുന്നതും കാണാം. അല്ല ഒന്നും അറിയാം. ഞങ്ങൾ പുതിയ ആൾക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുക. ഞങ്ങൾ ഇതിന് കുറെ അപ്പുറമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് കേട്ട് ഞങ്ങൾ ഇവിടെ വന്നെന്നുള്ളത്. ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവുമില്ല. അവിടെ പോവുക, ഞങ്ങൾ സഹകരിക്കുക ഒന്നും ചെയ്യുന്നവരല്ല. പിന്നെ രണ്ടിനെയും കാണുമെന്നുള്ളതല്ലാതെ അവള് പണിക്ക് പോയിട്ട് വരുന്ന കാണാം, ഇവിടെ വെള്ളം കോരാൻ വരുന്ന കാണാം, അതൊക്കെ ഉള്ളൂ. അല്ലെ ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും അങ്ങോട്ടില്ല സാറേ. പിന്നെ ഞങ്ങളെങ്ങനെ അറിയുന്നത്? പിന്നെ സംഭവം ഉണ്ടായപ്പോഴേ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്. നേരത്തെ അറിഞ്ഞ് ഞങ്ങൾ അറിയിക്കാതിരിക്കും. ചേച്ചി, നിങ്ങൾക്ക് പരിചയമുള്ളവരാണോ ഇവര്? ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതാ, കണ്ടിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളാരും മിണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതിനോടൊന്നും ഞങ്ങൾ മിണ്ടിയിട്ട് സഹകരിക്കുന്നവരല്ലേ? ആരുമായിട്ട് സഹകരണമൊന്നുമില്ല, മിണ്ടത്തുമില്ല ആരോടും. ഈ ഭാര്യ രശ്മി അങ്ങനെ തന്നെയാണ്? ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് അതിനെ ശരിക്കും കാണുന്നത് പോലെ ഞാൻ കണ്ടിട്ട് വന്നു. ചേച്ചിയുടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീട് അങ്ങ് താഴെയാ. അപ്പം ഏതാണ്ട് അടുത്തുള്ളവരാ? ഒക്കെ ഉള്ളവരാ. വഴിയിലൊക്കെ പോകുമ്പോ കാണാറുണ്ട്? ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊന്നും. ഇല്ല
ഈ ചെറുക്കൻ വണ്ടിയിൽ പോകുന്നതാ കണ്ടിട്ടു, അല്ല കണ്ടിട്ടില്ല. ഇവൾക്ക് കുറച്ച് മർദ്ദനമൊക്കെ ഏറ്റിരുന്നു എന്നൊക്കെ ചില പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെ വല്ല ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇവള് ഒരു ദിവസം അങ്ങാണ്ട് അടിയും പിടിയും ഉണ്ടായി. ഇവിടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഈ പാറയിൽ നിന്നൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഈ വഴക്ക്, അന്നേരം ഇവിടെ കരച്ചിൽ കേട്ടു. അപ്പം ഞാൻ പോകാൻ അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന് ഓർത്തു. പിന്നെ ഏറ്റവും കൊച്ചു വിലക്ക് വേണ്ട, അവൻ എന്തെങ്കിലും പറയുമായിരിക്കും, അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതുള്ള പാവം ഒന്നും നടിച്ചില്ല. അവളിങ്ങനെ നടന്നത് എന്നെ അടിച്ചു പിടിച്ചു എന്നുള്ള ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഞങ്ങളെ അതിൽ പിന്നെ ഞങ്ങളോട് സഹകരിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ആ അടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. അല്ലാത്തപ്പോഴും അവള് സഹകരിക്കത്തില്ല. അടുത്ത് ഈ പയ്യന്മാര് വന്നെന്ന് പറയുന്ന തിരുവോണ ദിവസം അവരൊക്കെ വരുന്നതോ വല്ല നിങ്ങൾ കണ്ടു? ഇല്ല, അവരെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ താഴെ തോട്ടമുണ്ട്, അതുവഴിയാ അവര് കൊണ്ടുവരുന്നത്. ഞങ്ങൾ കാണുമെന്നും കണ്ടായിരിക്കും ഇതിലെ ഒന്നും കൊണ്ടുവരുന്നതാണ്. ഇവള് വരും വെള്ളത്തിന് പോകാൻ മാത്രം ഈ പാറയിൽ കൂടെ കയറും, അല്ലാത്തപ്പോഴൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഇവനെ അയ്യോ ഇങ്ങനെയാണോ ഇവിടെ നടന്നെന്നുള്ളത്. തൊട്ട് വീട്ടുമുറ്റത്ത് ഇങ്ങനെ നടന്നു എന്നുള്ളത് വലിയ ഞെട്ടലായിരിക്കും. ആന്ന് ഭയങ്കര ഒരു ഇതായിട്ട് വന്നേക്കുവാ. ഇവിടെ ഇതുവരെ ഇതുപോലത്തെ ഇതൊന്നും കേട്ടിട്ടില്ല. ഈ വീട്ടുമുറ്റത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഈ ശബ്ദമൊക്കെ കേട്ടാൽ പോലും അറിയാവുന്ന നിലയിലുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷേ ഈ വീട്ടുകാരൊന്നും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ്. വളരെ അസ്വാഭാവികമാണ്. ഈ കുഞ്ഞുങ്ങളെ അടക്കം ഫലത്തിൽ തൊട്ടടുത്ത വീട്ടുകളിലെ കുഞ്ഞുങ്ങളുമായിട്ടൊന്നും സഹകരിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് പൊതുവെ ഇവിടെ എത്തുമ്പോൾ ഈ നാട്ടുകാരുടെ ഒക്കെ ഒരു അനുഭവം. ഈ വീട് ഏതാണ്ട് പൂർണ്ണമായും പലതരത്തിൽ തകർന്ന നിലയിലൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇത് പൂർണ്ണമായും കെട്ടിയടച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. എന്തായാലും ഇവരുടെ എല്ലാം പെരുമാറ്റത്തിൽ പല അസ്വാഭാവികതകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ നമുക്ക് അത്ഭുതകരമായി കാണാൻ സാധിക്കുന്ന ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഫലത്തിലൊരു CCTV അത് എന്തിനു വെച്ചിരിക്കുന്നു എന്നുള്ള സംശയമുണ്ട് ഒരു പരിധിവരെ. പക്ഷെ അത് കുറേ പൊടി പിടിച്ചതും ഒക്കെയാണ്. അത് പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും പോലീസിന് അറിയാൻ സാധിക്കുമായിരിക്കും. പോലീസ് അതിൻ്റെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ടാവും. ദൃശ്യങ്ങളടക്കം പകർത്തിയെടുക്കുന്നതിലടക്കം പോലീസ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പോലീസ് കഴിഞ്ഞ കുറേ ദിവസമായ വലിയ അന്വേഷണത്തിലായിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ റബ്ബർ തോട്ടം ഇതാണ്. ഇതുവഴി ആളുകൾക്ക് വരാൻ പോകാം. അതായത് മറ്റാരും കാണാതെ ഇതുവഴി ചെറിയ നടവഴിയുണ്ട്. ഈ വന്നു എന്ന് പറയുന്ന മറ്റ് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇതുവഴി വരാനോ പോകാനോ ഒക്കെയുള്ള സാധ്യതയുള്ള ചെറിയ നടവഴികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞെട്ടിക്കുന്ന സംഭവം. ഒരു പരിധിവരെ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുന്ന സംഭവമായി തന്നെ ഇത് അവശേഷിക്കുകയാണ്. പോലീസ് വലിയ അന്വേഷണത്തിലാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എന്തായാലും ഈ സംഭവത്തിലുള്ളത്. KP ധനേഷിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി ദുരൂഹത ഇനിയും ബാക്കിയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. എന്തായാലും അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്, പുരോഗമിക്കുകയാണ്. ജയേഷിന്റെയും രശ്മിയുടെയും അയൽവാസികളുടെ പ്രതികരണം അടക്കമാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന് സമീപത്തെ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന് സമീപം സ്വൈര്യവിഹാരം നടത്തുകയാണ് പുലിയല്ലേ? CCTV ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ പുലി സജീവമായി ഇറങ്ങി നടക്കുന്നു എന്നുള്ളത്. ഇത് ഈ കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ 7ാമത്തെ തവണയായിട്ടാണ് പുലി ഇതുവഴി പോകുന്ന ദൃശ്യങ്ങൾ ഈ CCTV ക്യാമറയിൽ പതിയുന്നത്. ഇതിപ്പോൾ ഇന്നലെ രാത്രി 2:58 പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാം പുലി അതുവഴി കടന്നു പോവുകയും അല്പസമയം അവിടെ ഇരുന്ന്
പിന്നീട് മുന്നോട്ട് നടക്കുന്നതും. ഈ ഒരു കൂടിനടുത്തേക്ക് പുലി തിരിഞ്ഞു നോക്കുന്നില്ല. നേരത്തെയും ഈ വഴിയിലൂടെ പുലി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിരുന്നു. ആ കൂട് സ്ഥാപിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നും ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് വേണ്ടതെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാർ വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തുകയും മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു കൂട് വെച്ചതല്ലാതെ മറ്റൊരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധം ഉയർത്തുന്ന ഒരു കാര്യം. ഈ മണ്ണാർമല, അതുപോലെ തന്നെ ഇതിനോട് ചേർന്നുള്ള പട്ടിക്കാട്, വലമ്പൂര്, മങ്കടച്ചേരിയം തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ ഒരു പുലിയുടെ സാന്നിധ്യം പല തവണയായിട്ട് കണ്ടിട്ടുണ്ട്. പുലിയുടെ സഞ്ചാരപഥം ഈ ഒരു മേഖലകളിലൂടെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പുലിയെ പിടികൂടാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്ന് ഒരുങ്ങുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പിന് മുൻപിലും വനം മന്ത്രിക്ക് മുൻപിലും ജനപ്രതിനിധികൾക്ക് മുമ്പിലും ഒക്കെ ഈ ഒരു ആശങ്ക പങ്കുവെച്ച് മാസങ്ങളായിട്ടും ഇതിൽ കൃത്യമായൊരു നടപടി ആരുടെയും ഭാഗത്തുണ്ടാകുന്നില്ല എന്നതുകൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു കാരണം. പലവട്ടം പറഞ്ഞ് മടുത്തതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നേരിട്ട് എന്ന നിലപാടാണ് നാട്ടുകാർക്കുള്ളത്. ആ ഒരു മേഖലയെ ഒന്നാകെ വലിയ ആശങ്കയിലാഴ്ത്തുകയാണ് ജനവാസ കേന്ദ്രങ്ങളിലൂടെയുള്ള ഈ പുലിയുടെ സഞ്ചാരം. തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേസ് സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കും. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനായി പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2018 സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. 2020 ഡിസംബറിൽ CBI, ED, NIA എന്നിവയുൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും CCTV ക്യാമറകളും റെക്കോർഡിംഗ് ഉപകരണങ്ങളും സ്ഥാപിക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും. 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പൂർണിയ ജില്ലയിൽ നടക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യും. ഇന്ന് രാവിലെ പശ്ചിമബംഗാളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞാണ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കുക. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. അദ്ദേഹം എന്ത് സംസാരിക്കും, ഏതൊക്കെ പ്രധാനപ്പെട്ട വികസന പ്രഖ്യാപനങ്ങൾ നടത്തും എന്നതിലടക്കം ഏറെ ആകാംക്ഷയും പ്രാധാന്യവുമുണ്ട് അല്ലേ? അതെ ആര്യ, കാരണം 5 സംസ്ഥാനങ്ങളുടെ പര്യടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തി വരുന്നത്. ഇതിൽ ആദ്യ ദിവസം മിസോറാമിലും മണിപ്പൂരിലുമായിരുന്നു. അതിനുശേഷം ഇന്നലെ അസമിൽ പ്രധാനമന്ത്രി പര്യടനം നടത്തി. ഇതിനുശേഷം ഇന്ന് ബംഗാളിലും ഒപ്പം തന്നെ ഏറ്റവും അവസാനം എത്തുന്നത് ബീഹാറിലുമാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ്. ഇതിൽ തന്നെ ബീഹാറിൽ എപ്പോൾ വേണമെങ്കിലും, അതായത് 2 ആഴ്ചക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കാരണം അദ്ദേഹം ഈ വർഷം നോക്കുകയാണെങ്കിൽ ബീഹാറിലെത്തുന്നത് 7ാം തവണയാണ്. ഏതായാലും ഇന്ന് 36,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. പൂർണ്ണയിൽ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മക്കാന ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ബജറ്റിൽ ഏറെ ചർച്ചയായ താരമായതാണ് മക്കാന ബോർഡ്. പ്രത്യേകിച്ച് താമരക്കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവം പ്രത്യേകിച്ച് സസ്യാഹാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ മക്കാന ബോർഡിന്റെ ഉദ്ഘാടനത്തിനാണെന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം ചില പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തിയേക്കും. ഏതായാലും ബീഹാർ NDA സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ തുടർച്ചയായി സംസ്ഥാനത്ത് എത്തുന്നത്. കാരണം ഇതിനോടകം തന്നെ അവിടെ ഇന്ത്യ സഖ്യം പ്രചാരണത്തിലേക്ക് സജീവമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ച് അവിടെ യാത്ര നടത്തി, സംസ്ഥാനത്തുടനീളം യാത്ര നടത്തി. പ്രത്യേകിച്ച് 65 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് ഒഴിവാക്കിയത് അവിടെ വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ കൂട്ടത്തോടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് പ്രധാനമന്ത്രി പറയും, ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രസംഗത്തിൽ പരാമർശിക്കുമോ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും സീറ്റ് നിർണയ ചർച്ചകളൊക്കെ തന്നെ 2 മുന്നണികളുടെയും കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ്. NDAയിലാണെങ്കിൽ BJPയും JDUവും ഏതാണ്ട് തുല്യ സീറ്റുകൾ മത്സരിക്കാനുള്ള ധാരണയിലേക്കൊക്കെ തന്നെ എത്തുകയാണ്. ഇന്ത്യ സഖ്യത്തിലും സമാനമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് എന്തായിരിക്കും പ്രധാനമന്ത്രി ബീഹാറിൽ പറയുക? ഒരുപക്ഷെ കടുത്ത വിമർശനം ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരെ മോദി നടത്താൻ സാധ്യതയുണ്ട്. ഏതായാലും മോദിക്കെതിരെ കടുത്ത വിമർശനമായി ഇതിനോടകം തന്നെ തേജസ്വി യാദവും
രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ തേജസ്വി നടത്തിയിരിക്കുന്നത്. ആര്യ, CR രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് AG മർസിക് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. AIM നേതാവും ഹൈദരാബാദ് MPയുമായ അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിശോധിച്ചത്. രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഗേഷ്, ഏറെ ചർച്ചാ വിഷയമായ വിവാദമായ വിഷയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്, അല്ലേ? ഇടക്കാല ഉത്തരവ് ഇന്ന് കോടതി പറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയിൽ നിലവിലുള്ളത്. കാരണം ഏപ്രിൽ മാസത്തിലാണ് രാജ്യസഭയും ലോക്സഭയും ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. അതിനുശേഷം ഏപ്രിൽ 5-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഇത് നിയമമാകുകയും ചെയ്തു. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തു. തുടർന്നാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചത്. തുടർച്ചയായി 3 ദിവസമാണ് ഇതിൽ വാദം കേട്ടത്. അതായത് മെയ് മാസത്തിൽ തുടർച്ചയായി 3 ദിവസം വാദം കേട്ടു. അതിനുശേഷം മെയ് 22-ാം തീയതി ഇടക്കാല ഉത്തരവിനായി കോടതി കേസ് മാറ്റിവെക്കുകയും ചെയ്തു. കോടതി അന്ന് സൂചിപ്പിച്ച കാര്യം ഈ വഖഫ് നിയമം നടപ്പാക്കരുത്, ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ തൽസ്ഥിതി തുടരട്ടെ എന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഭരണഘടനാ സാധുത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ആ കാര്യങ്ങളിൽ വിശദമായ വാദം പിന്നീടായിരിക്കും നടക്കുക. മറിച്ച് ഈ ബില്ല് ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. ആ ഇടക്കാല ഉത്തരവിൽ കോടതി നിലവിലെ സ്ഥിതി തുടരട്ടെ എന്ന് പറയുമോ അതോ ഏതെങ്കിലും ചില വ്യവസ്ഥകൾ മാത്രം സ്റ്റേ ചെയ്യുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം ഈ ബില്ലിലെ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകളിൽ വലിയ വിവാദം നിലനിൽക്കുകയാണ്. ആ വ്യവസ്ഥകളാണ് വിവാദമായത്. പ്രത്യേകിച്ച് ഈ വഖഫ് ട്രൈബ്യൂണലിൽ മുസ്ലിം ഇതര അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ഭേദഗതി നിയമം. അതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള അധികാരം സർക്കാരിന് നൽകുന്നു. അത്തരം വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. ഇത് കൂടാതെ വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. അത് പക്ഷേ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. കാരണം കൃത്യമായ രേഖകളില്ലെങ്കിൽ പോലും കാലങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു പോകുന്ന സ്വത്തുക്കൾ അത് വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയായിരുന്നു. പക്ഷേ ആ വ്യവസ്ഥയൊക്കെ തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത് കൂടാതെ 6 മാസത്തിനുള്ളിൽ വഖഫ് രജിസ്റ്ററിൽ കേന്ദ്ര വഖഫ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള അധികാരം നഷ്ടപ്പെടും എന്ന് തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ എതിർപ്പ് ഈ ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്, വിവേചനം കാണിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ കേന്ദ്രം ഈ വാദത്തിനിടയിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ബില്ല് ഒരിക്കലും മതവിരുദ്ധമല്ല, ഏതെങ്കിലും സമുദായത്തിൻ്റെ അധികാരത്തിൽ കടന്നു കയറുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേ ഉണ്ടാവരുതെന്ന വാദമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അവർ വാദമായി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതി ഈ വാദത്തിനിടയിൽ ചില വ്യവസ്ഥകളോടെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതര മതസ്ഥർക്ക് ഇതിൻ്റെ ഭാഗമാകാമെന്നുള്ള വ്യവസ്ഥയിൽ കോടതി അന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു സ്ഥാപനങ്ങളിൽ ഹിന്ദു ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നായി ഉണ്ടായി. മാത്രവുമല്ല നൂറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു പോകുന്ന വസ്തുക്കൾ അത് രജിസ്റ്റർ ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് എങ്ങനെ വഖഫ് ഭൂമി അല്ലാതാകും തുടങ്ങിയ ചോദ്യങ്ങൾ അന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 13-ാം നൂറ്റാണ്ടിലൊക്കെ കൈകാര്യം ചെയ്തു പോകുന്ന സ്വത്തുക്കൾ അതിനെങ്ങനെ രേഖ ഉണ്ടാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു വാക്കാലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ അന്ന് കോടതി നടത്തിയിരുന്നു. അപ്പോൾ അത്തരം നിലപാടിലേക്ക് ഇന്ന് കോടതി പോകുമോ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും 10:00-ഓടുകൂടി തന്നെ ഇടക്കാല ഉത്തരവ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആര്യ, രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി പൊതുജനങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാജ്യത്ത് UPI ഇടപാടുകൾക്കുള്ള മാറ്റം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. 24 മണിക്കൂറിൽ 10 ലക്ഷം രൂപ വരെ ഇടപാട് നടത്താമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. തെരഞ്ഞെടുത്ത സെക്ടറുകളിൽ മാത്രമാണ് ഈ മാറ്റം. ഇൻഷുറൻസ്, വായ്പകൾ, EMI, യാത്രാ നിക്ഷേപങ്ങൾ തുടങ്ങിയവയിലാണ് ഈ മാറ്റം. വ്യക്തികൾ തമ്മിൽ ഒരു ദിവസം അയക്കുന്ന പണത്തിന് പരിധി 1 ലക്ഷമായി തന്നെ തുടരും. ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ഒരു ദിവസത്തെ പരിധി 6 ലക്ഷമാകും. ഓഹരി വിപണി, ഇൻഷുറൻസ് ഇടപാടുകൾക്കുള്ള പരിധി ഇന്നു മുതൽ 10 ലക്ഷമാകും. അപ്പോൾ ഇതൊക്കെയാണ് UPIയിലെ
ഇന്നു മുതൽ നിലവിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്കൊന്ന് കടന്നാൽ, ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ചർച്ച ചെയ്യുന്നതിന് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ദോഹയിൽ ചേരും. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള കരട് പ്രമേയത്തിന് യോഗം രൂപം നൽകുമെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിനെതിരെ പൊതു നിലപാടും സംയുക്ത നടപടിയും തീരുമാനിക്കുന്നതിനാണ് ഈ യോഗം. ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നേപ്പാളിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ 3700-ലധികം തടവുകാരെ വീണ്ടും അറസ്റ്റ് ചെയ്തു. തടവുകാരിൽ ചിലർ സ്വമേധയാ മടങ്ങിയെത്തി. അതിർത്തി കടക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ സേന സഹായം നൽകി. 10320 തടവുകാർ ഇപ്പോഴും ഒളിവിലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ അധികാരത്തിൽ തുടരില്ല എന്ന് ഇടക്കാല പ്രധാനമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ഇന്നലെ ഉണ്ടായത്. 128 റൺസ് വിജയലക്ഷ്യം 25 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ മറികടന്നു. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ചർച്ചയായ മത്സരത്തിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറായില്ല. വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാറശാല SHO അനിൽകുമാറിനെ പ്രതി ചേർത്തു. അമിത വേഗത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയതിനാണ് കേസ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. അനിൽകുമാറിനെതിരെ നടപടിയെടുക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രതി അനിൽകുമാർ ഒളിവിലാണ്. ഇയാൾ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഇടുക്കി ഇടമലക്കുടിയുടെ യാത്രാ ദുരിതത്തിൽ ഗോത്ര ജനത സമരത്തിനൊരുങ്ങുന്നു. രോഗികളെ മഞ്ചൽ കെട്ടിച്ചുമെന്ന് കാടിറങ്ങുന്ന ജനതയുടെ ദുരിതക്കാഴ്ച പതിവായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത്. പൂർണ്ണമായ ജീവിതം നയിക്കുന്നവരാണ് ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾ. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾ തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്നെത്തിക്കണം എന്നതിനൊപ്പം പഞ്ചായത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃത്യസമയത്ത് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. രോഗികളെ മഞ്ചൽ കെട്ടിയിരുത്തി കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ പുറം ലോകത്തെത്തിക്കുന്നത്. ഏതാനും നാളുകൾക്കിടെ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതെ 4 ജീവനുകൾ നഷ്ടപ്പെട്ടു. കുട്ടി എന്ന അടിമാലി താലൂക്ക് ആശുപത്രി കൊണ്ട് മരണപ്പെട്ടു. നല്ല റോഡില്ലാത്ത കാരണം കുട്ടിയെ ഇവിടെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചുമന്നാണ് കൊണ്ടുപോയത്. റോഡുണ്ടായിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. അവർ അതുകൊണ്ട് റോഡ് കൂടല്ലാർകുടിയിൽ നിന്നും ആനക്കുളം വരെയുള്ള റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് പറയുന്നത്. 2023 ആരംഭിച്ച് പെട്ടിമുടി ഇഡലിപ്പാറ റോഡ് നിർമ്മാണം 2024 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ നിലവിൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഇടമലക്കുടിയിലെ ആകെയുള്ള 28 കുടികളിൽ 10 കുടികളിലുള്ളവർക്ക് മാത്രമേ പുതിയ പാത പൂർത്തിയായാലും പ്രയോജനം ലഭിക്കൂ. ബാക്കിയുള്ള 18 കുടികളിലെ 1600ഓളം വരുന്ന ആളുകൾ കുടല്ലാർ വഴി മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് എത്തിയാണ് യാത്ര ചെയ്യുന്നത്. മീൻകുത്തിക്കുടിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് സൗകര്യം ഇല്ലാത്ത കാരണമാണ് എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് പനി ബാധിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണപ്പെട്ടത്. ഇതുപോലൊരു സംഭവം ഇനിയും ഞങ്ങളുടെ ഈ കുടിയിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇടമലക്കുടിയോടുള്ള തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് ഗോത്ര ജനത. ഇടമലക്കുടിയിലെ വികസനങ്ങൾ അട്ടിമറിക്കും അധികാരികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ 4 ജീവനുകളാണ് ഞങ്ങൾക്ക് പൊലിഞ്ഞേക്കുന്നത്. ഇനി അത് ആവർത്തിച്ചുകൂടാ. ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളിലേക്ക് രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമര പരിപാടികൾക്ക് ഒരുങ്ങുകയാണിവർ. ന്യൂസ് 18 ഇടുക്കി. ഒരു മാസത്തിനിടയിൽ കൃത്യമായ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ 4 ജീവൻ പൊലിയേണ്ടി വന്ന
ഗതികേട്, ആ ദുരവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ദയനീയമാണ് അല്ലേ? എന്തായാലും ഇത്രയും നാൾ പരാതിപ്പെട്ടിട്ടും അപേക്ഷകളും നിവേദനങ്ങളും നൽകിയിട്ടും അധികാരികൾ കണ്ടിട്ടില്ല. ഇനിവർ ഈ പ്രതിഷേധത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും അധികാരികൾക്ക് കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ മൂവാറ്റുപുഴ നഗര റോഡ് 151 ദിവസങ്ങൾക്ക് ശേഷം ഗതാഗതത്തിനായി തുറന്നു നൽകി. താൽക്കാലികമായാണ് റോഡ് തുറന്നത്. അതേസമയം നഗര റോഡ് വികസനം അട്ടിമറിച്ചു എന്ന ആരോപണവുമായി മുൻ MLA എൽദോ എബ്രഹാം രംഗത്തെത്തുകയും ചെയ്തു. വർഷങ്ങളായി മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ കാത്തിരുന്ന നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ഗതാഗതത്തിനായി തുറന്നത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി 151 ദിവസമാണ് റോഡ് അടച്ചിരുന്നത്. താൽക്കാലികമായാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. റോഡിന് ഇരുവശവും കൈവരികൾ സ്ഥാപിക്കുകയും മീഡിയൻ സ്ഥാപിക്കുകയും ഉൾപ്പെടെയുള്ള ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ നടപടി. മാത്യു കുഴൽനാടൻ MLAയുടെ സാന്നിധ്യത്തിലാണ് റോഡ് തുറന്നത്. അതേസമയം നഗര റോഡ് വികസനം അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി മുൻ MLA എൽദോ എബ്രഹാം രംഗത്തെത്തി. റോഡ് വികസനത്തിലുണ്ടായിരുന്ന വെള്ളൂർക്കുന്നം കവല മുതൽ കച്ചേരിത്താഴം പാലം വരെയുള്ള ഭാഗം ഒഴിവാക്കിയെന്നും ഇതോടെ 2400 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് 1800 മീറ്ററായി ചുരുങ്ങിയെന്നുമാണ് ആരോപണം. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുത്ത സ്ഥലങ്ങൾ റോഡിന്റെ വികസനത്തിനായി ഉപയോഗിച്ചില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. മലപ്പുറത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നു. വയലത്തൂർ ടൗണിൽ ജനജീവിതം ദുരിതത്തിലാക്കി മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം പരന്നൊഴുകി. പ്ലാന്റ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്നാണ് പഞ്ചായത്തിന് നിസ്സംഗത മനോഭാവമാണെന്നും CPM ആരോപിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിന് കീഴിലെ വയലത്തൂർ മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലമാണ് ജനങ്ങൾക്ക് ദുരിതമായി പുറത്തേക്കൊഴുകുന്നത്. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതാണ് ദുരിതത്തിന് കാരണം. പ്ലാന്റിന്റെ ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം വയലത്തൂർ ടൗണിലെ വ്യാപാരികളുടെ കച്ചവടത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല ടാങ്കിന്റെ മൂടി തുറന്ന നിലയിലുമാണ്. ഇത് കടുത്ത രോഗഭീഷണിയും സൃഷ്ടിക്കുന്നു. പൊന്മുണ്ടം പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് കടുത്ത രോഗഭീതിയും ദുർഗന്ധവും പരത്തി മത്സ്യമാർക്കറ്റിലെ മലിനജലം പുറത്തേക്കൊഴുകുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. നടപടിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും CPM വ്യക്തമാക്കി. പ്ലാന്റ് നിർമ്മിച്ച് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്താത്തതും തിരിച്ചടിയായി. ശുദ്ധീകരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ജൈവകൃഷി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഒന്നും നടന്നില്ല. പ്ലാന്റ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ കഴിഞ്ഞ മാസവും പഞ്ചായത്ത് ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. കക്കിരി കൃഷിയിൽ വിജയഗാഥ രചിച്ച് കാസർഗോഡ് രാവണേശ്വരം സ്വദേശി ഗണേശൻ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് നാടൻ കക്കിരിയാണ് കൃഷി ചെയ്തത്. രാവണേശ്വരം മാക്കി പുതിയ കണ്ടത്തെ ഗണേശൻ വർഷത്തിൽ 3 തവണ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നാടൻ കക്കിരിയാണ് പ്രധാനമായും ഗണേശന്റെ കൃഷി. സ്വന്തമായി 10 സെന്റ് സ്ഥലം മാത്രമുള്ള ഗണേശൻ 2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്താണ് തന്റെ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത്. ഇതിൽ ഭൂരിഭാഗം സ്ഥലത്തും നാടൻ കക്കിരിയാണ്. കൃഷി ഉപജീവനമാർഗമായ ഗണേശൻ വർഷത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കക്കിരി, വെള്ളരി എന്നിവ കൃഷി ചെയ്തു വരുന്നു. മധുരക്കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ, വാഴ, ഇഞ്ചി എന്നീ കൃഷികളും ഗണേശൻ ചെയ്യാറുണ്ട്. കൂടാതെ പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും ചെയ്തു വരുന്നു. വിളവെടുത്ത കാർഷികോൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കുന്നതിനായി കൃഷിയിൽ നിന്നും ലഭിച്ച വരുമാനത്തിൽ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് കർഷകനെന്ന ഗുഡ്സ് ഓട്ടോയും ഗണേശനൊപ്പമുണ്ട്. 1-2 ഏക്കറോളം കക്കരി കൃഷി ചെയ്യുന്നുണ്ട്. വർഷം തോറും ചെയ്യും. അത് കഴിയാതെ പിന്നെ പുഞ്ച മൂർന്നിട്ടാകുമ്പോൾ കക്കരി, വെള്ളരി ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് കക്കരി കൃഷിയും വെള്ളരി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മധുരക്കിഴങ്ങ്, വാഴ, ഇങ്ങനെ പലതരം കൃഷി, പയറുവർഗ്ഗങ്ങളായാലും എല്ലാ കൃഷിയുണ്ട്. മഴക്കാലത്ത് കൂടുതൽ ചെയ്യും. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അഭാവം കാരണം വേനൽക്കാലത്ത് ചെയ്യുന്ന കുറവാണ്. അജാനൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള ബഹുമതിയും ഗണേശനെ തേടിയെത്തിയിട്ടുണ്ട്. മറ്റു കർഷകർക്ക് ആവശ്യമായ വിത്തിനങ്ങളും ഗണേശൻ നൽകി വരുന്നു. ഭാര്യ സവിതയും രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ തീർത്ഥയും 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീയയും എല്ലാ സഹായങ്ങളുമായി ഗണേശനൊപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നമുക്ക് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കാം.
ആലപ്പുഴ വെൺമണിയിലെ വിപിൻ അശ്വതി ദമ്പതികളുടെ വിവാഹ വാർഷികമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അഞ്ജലിയും ഹരികുമാറുമാണ്. അപ്പോൾ വിപിനും അശ്വതിക്കും അഞ്ജലിയുടെയും ഹരികുമാറിന്റെയും വിഷസ് അറിയിക്കുന്നതിനൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ആനിവേഴ്സറി. തൃശൂർ കൊട്ടേക്കാടുള്ള സുരേഷിന്റെയും ഗായത്രി സുരേഷിന്റെയും 14ാമത് വെഡിങ് ആനിവേഴ്സറിയാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കളായ സൗരവും സാനിയയും പിന്നെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ സൗരവിന്റെയും സാനിയുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിഷസിനൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും രണ്ടുപേരെ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.